10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ മണി 10:45. എനിക്ക് തോന്നുന്നത് ഡോക്ടർ അകത്തുണ്ടാവുമെന്നാ. ഈ കോമ്പൗണ്ടിന് ഒരു ഗേറ്റല്ലേ ഉള്ളൂ മഹാദേവ. അതെ. ആ വഴിക്ക് ഏതായാലും ഡോക്ടർ വന്നിട്ടില്ല. പിന്നെ ഏത് വഴിക്ക് അകത്ത് കയറിയിട്ടുണ്ടാവും? മണ്ണ് തുറന്ന് ഗുഹയുണ്ടാക്കി ആ വഴിക്കോ? നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് അരമണിക്കൂർ ആയതല്ലേ ഉള്ളൂ. അതിനു മുൻപേ ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിലോ? ഏയ്, എനിക്ക് തോന്നുന്നില്ല. അമ്മാവനെ ഒരു കാര്യം ചെയ്യും, ഒന്ന് അകത്ത് കയറി നോക്ക്. എന്തോന്ന്? ഡോക്ടർ എത്തിയൊന്ന്. അയ്യോ, അതെ, നീ എന്ന് നോക്കുന്നല്ലേ നല്ലത്. അമ്മാവൻ ചെന്ന് നോക്കുന്നതാ എനിക്കിഷ്ടം. അത് വേണ്ട. അമ്മാവൻ എന്റെ അമ്മാവനല്ലേ, അമ്മാവൻ മുൻകൈ എടുക്കണ്ടേ എല്ലാ കാര്യത്തിനും. എടാ, ഞാൻ മുൻകൈ എടുത്തി എന്നാലേ അകത്തുനിന്നൊരു പിൻകൈ വന്ന് എന്റെ കൊങ്ങാക്കി പിടിക്കും. അതേത് കൈ? ആസ്മാക്കാരന്റെ ബന്ധുവിന്റെ കൈ. അന്നടിച്ച അടിയുടെ വേദന ഇന്നും എനിക്ക് മാറിയിട്ടില്ല. നിനക്കൊന്നും പോയി നോക്കിയാലെന്താ? നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ നക്ഷത്രത്തിൽ ഇപ്പൊ ജന്മശനിയാ. ഈ സമയത്ത് അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ജ്യോത്സ്യം പറഞ്ഞു. അതുകൊണ്ടാ. എങ്കിൽ ആ ജ്യോത്സ്യനെ ഒന്ന് പരീക്ഷിക്കണമല്ലോ. നീ ചെല്ലേ. നമ്മൾ ഒരിക്കലും ശാസ്ത്രത്തെ വെല്ലുവിളിക്കരുത് അമ്മാവ. ഇത് ഞാനാ. നീയായിരുന്നോ? പുതിയ ഡോക്ടർ വന്നോ? വേലായുധ ഒരുത്തിനും വന്നില്ല. സാർമാരെന്താ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേ? ഒളിച്ചതല്ല. ആസ്മാക്കാരന്റെ ബന്ധു അകത്തുണ്ടോ വേലായുധ? അത് ശരി. അപ്പൊ അവരെ പേടിച്ചൊളിച്ചതാണല്ലേ? ആസ്മി ബന്ധുവൊക്കെ ഇന്നലെ പോയി. ഭാഗ്യം. ഇവിടെ ഒരു പാട് കാണുന്നുണ്ടോ? എന്താ? പോകുന്ന പോക്കില് അവരെന്നും തല്ലി. സാരമില്ല. ഈ മാസം നിനക്ക് 10 രൂപ അധികം ശമ്പളം തന്നേക്കാം. അതിരിക്കട്ടെ, ആസ്മാക്കാരൻ പോകുമ്പോ ഹോസ്പിറ്റൽ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ? ആ പ്രശ്നത്തിൽ എനിക്ക് അടി കൊണ്ടത്. പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ബില്ലും കൊണ്ട് ചെന്നതായിരുന്നു. അമ്മ ഇത് കാറ് വരുന്നു. അത് ഡോക്ടറെ ഇത് പടക്കാണ്. ഡോക്ടർ ഇറങ്ങി വരുമ്പോ കൊടുത്തോളാം. സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. പടക്കമാണ്, പടക്കം. അതെ, നമ്മൾ വിചാരിച്ചു വെടിവെപ്പാണെന്ന്. വിശ്വ ദീപാവലി രണ്ടുമല്ല, ഡോക്ടർക്ക് സ്വീകരണം. അമ്മാവ, അയമൂട്ടി അച്ഛന്റെ ഒരു കുടിയാന്റെ മകനാണ്. അയമൂട്ടി ഡോക്ടർ വന്നില്ലേ? അപ്പൊ ഇതല്ലേ ഡോക്ടർ? അല്ല, ഡോക്ടർ കാറിലുണ്ട്. ഇതെന്താ, ആശുപത്രിയോ പൂരപ്പറമ്പോ? ഇത് ആശുപത്രി. പൂരപ്പറമ്പ് 1 കിലോമീറ്റർ ദൂരെയാണ്. അങ്ങോട്ട് പോണോ സാർ? ഈ ആശുപത്രി നടത്തുന്ന മനുഷ്യരോ കഴുതകളോ? അമ്മാവനാണ് സാർ. അകത്തൊരു ഹൃദ്രോഗി ഉണ്ടെന്ന് വെക്ക്. പെട്ടെന്നുള്ള ഈ ശബ്ദം കേട്ട് ഞെട്ടി ആ രോഗി മരിച്ചു പോയാൽ ആര് സമാധാനം പറയും? പേടിക്കാനില്ല സാർ, ഇവിടെ ആംബുലൻസ് ഉണ്ട്. ഇതെന്താ പിള്ളേര് കളിയാ? അയ്മുട്ടി, വണ്ടി കയറ്, നമുക്ക് പോവാം. ഡോക്ടർ, ഒരു അബദ്ധം. ഡോക്ടർ സ്വീകരിക്കാനുള്ള ഒന്നും എനിക്ക് കേൾക്കണ്ട. താൻ വന്ന് കാല് പിടിച്ചപ്പം ഒന്നും ആലോചിക്കാതെ കയറിപ്പോന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ചുമ്മാതാണോ നല്ല ഡോക്ടർമാരൊന്നും ഇവിടെ സ്ഥിരമായി നിൽക്കാത്തത്? പടക്കം വേണ്ട, പടക്കം വേണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഡോക്ടർ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അകത്ത് കിടക്കുന്ന രോഗികളെ ഓർത്തെങ്കിലും ഡോക്ടർ ഞങ്ങളോട് ക്ഷമിക്കണം. അകത്തോട്ട് വന്നാട്ടെ. വിഡ്ഢികളുടെ ഭരണം ഞാൻ അനുവദിക്കില്ല, കേട്ടല്ലോ? അതിന് ഉദ്യോഗസ്ഥനായാലും ശരി, ഉടമസ്ഥനായാലും ശരി. എന്റെ നിയമമാണ് ഇവിടുത്തെ നിയമമെങ്കിൽ ഞാൻ നിൽക്കാം. ഇല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. എല്ലാം ഡോക്ടർ പറയും പോലെ. അകത്തോട്ട് വന്നാട്ടെ, കയറിയട്ടെ. ഓക്കെ. എന്തായി കൊടിയും തോരണമൊക്കെ? ആദ്യം അതഴിച്ചു മാറ്റി. അതേ, ക്ഷമിക്കണം, പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ആളറിയാതെ പറ്റിപ്പോയതാ. അത് കുഴപ്പമൊന്നുമില്ല. അമ്മാവനത് പുത്തിരിയൊന്നുമല്ല. എന്നെ ഒരുത്തനെ ഓർത്തിട്ടാ ഡോക്ടർ സ്ഥലം വിടാതിരുന്നത്. ഇനിയെങ്കിലും അയാളെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. സോറി അമ്മൂട്ടി, സോറി. അപ്പൊ ബാക്കിയുള്ള കാര്യമൊക്കെ എങ്ങനെയാ? താമസിക്കാൻ നല്ല 1-ാം തരം ക്വാർട്ടേഴ്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കാറും ഡ്രൈവറും. പിന്നെ ശമ്പളം ശകലം കൂടിപ്പോയില്ലേ എന്ന്. അമ്മാവ, തീരുമാനിച്ച് കഴിഞ്ഞ ശമ്പളത്തെ പറ്റി ഇനി ചർച്ച വേണ്ട. ഡോക്ടറുടെ വീട് പണി നടക്കുക. 1 വർഷത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ ഈ സമയത്ത് അങ്ങേക്ക് അതൊരു ആശ്വാസമായിരിക്കും. അല്ല, അങ്ങനെയൊന്നും നിങ്ങൾക്ക് നല്ലതാ. 1 വർഷത്തേക്ക് ഡോക്ടർ അനങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കുമല്ലോ. 1 or 2 വർഷത്തെ ശമ്പളം വേണേൽ ഒരുമിച്ച് കൊടുക്കാലോ. മഹാദേവ, ഒന്നീ വന്നേ. നടന്നേ. എന്താ അമ്മാവ? ഇത്രയും വലിയ തുക അഡ്വാൻസ് കൊടുക്കുന്ന പരിപാടി വേണ്ട. അത് അമ്മൂട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. എടാ, എന്ന് വെച്ചാൽ ഈ ഡോക്ടർക്ക് ഇവിടെ പേരെടുക്കാൻ പറ്റില്ലെന്ന് വെക്കുക. നമ്മളെ പറഞ്ഞു വിടും. ചിലപ്പോൾ തന്നെ താൻ പോയെന്നും വരും. രണ്ടായാലും ഇത്രയും തുക നേരത്തെ അഡ്വാൻസ് കൊടുത്താൽ. അല്ലമ്മാവ, മനസ്സിലായി. നമ്മൾ അഡ്വാൻസ് കൊടുക്കില്ലെന്ന് പറയുന്നില്ല. തരാന്ന് പറഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കും.
അപ്പൊ രണ്ടിലൊന്നും അറിയാമല്ലോ. ഏത്? അത് ശരിയാണ്. അപ്പൊ നടക്ക്, നമുക്ക് സംസാരിക്കാം. സിസ്റ്റർ സിസ്റ്റർ സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതായിരിക്കും അല്ലേ? സോറി സാർ, കുഞ്ഞുണ്ണി ഇന്ന് വല്ലാത്ത ശീലക്കേടിലായിരുന്നു. അത് പുതിയ സംഭവം അല്ലല്ലോ. പുതിയ ഡോക്ടർ ചാർജ് എടുക്കുന്ന നിന്നെങ്കിലും കുറച്ച് നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഡോക്ടർ വന്നോ സാർ? ഡോക്ടർ വന്നിട്ടില്ല. അങ്ങോട്ട് അകത്തോട്ട് ചെന്നോ, കിട്ടുന്നത് വാങ്ങിച്ചോ. കഴിഞ്ഞ തവണത്തെ പോലെയുള്ള മണ്ണുണ്ണിയൊന്നും അല്ല, പുലിയാ പുലി. അയ്യോ എന്റെ ഈശ്വര. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഈ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. യെസ് ഡോക്ടർ. രാവിലത്തെ ഇഞ്ചക്ഷൻ കിട്ടിയില്ല. കിട്ടിയില്ലേ? വൈ? ഇഞ്ചക്ഷൻ ഹെഡ് നഴ്സ് ആണ് കൊടുക്കാറ്. വെർഷി എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലേ? വാട്ട് യു മീൻ? ഹെഡ് നഴ്സ് ചിലപ്പോൾ വൈകാറുണ്ട് ഡോക്ടർ. ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അറിയാത്ത നിങ്ങൾ എന്തിനാണ് ഈ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഇവർക്കാവുമ്പോ എന്തെങ്കിലും നക്കാപ്പിച്ച കാശ് ശമ്പളം കൊടുത്താൽ മതിയല്ലോ. രാത്രി ഉറക്കം അങ്ങനെ ഉണ്ടായിരുന്നു? നേരത്തെ ഉറങ്ങി, പക്ഷെ പുലർച്ചയ്ക്ക് 4 മണിക്ക് ഉണർന്നു. അപ്പൊ ഒരു ചുമയും കൂടെ തുടങ്ങി. നഴ്സുമാരെല്ലാം വന്ന് നോക്കിയോ? ഞാൻ ചെന്ന് നോക്കിയപ്പോ എല്ലാവരും ഉറക്കമായിരുന്നു. രാവിലെ പറയാന്ന് കരുതി. നൈറ്റ് ഡ്യൂട്ടി ഞങ്ങൾക്കല്ലായിരുന്നു ഡോക്ടർ. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. വന്ന് കിടന്ന് ഉറങ്ങുന്നതിനാണോ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ. Stop it. മനസ്സിലായില്ല. ഇവരാണ് ഡോക്ടർ ഹെഡ് നഴ്സ്. ഓ, ഹെഡ് നേഴ്സ്. ഞാൻ രാജഗോപാൽ. അബദ്ധത്തിൽ ഇവിടെ വന്ന് പെട്ട ഒരു പാവൻ ഡോക്ടർ. ഇഞ്ചക്ഷൻ മരുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്തല്ല കൊടുക്കേണ്ടത്. പാവപ്പെട്ട രോഗികളുടെ ജീവൻ കൊണ്ട് പന്താടുകയാണോ? ഐ എം സോറി ഡോക്ടർ. ഷട്ട് യുവർ മൗത്ത്. നിങ്ങൾ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് ഒരു പവിത്രതയുണ്ട്. ഹെഡ് നേഴ്സ് ആണത്രേ, ഹെഡ് നേഴ്സ്. എവിടാ നിങ്ങൾ നഴ്സിംഗ് പഠിച്ചത്? ആരാ നിങ്ങളെ നഴ്സിംഗ് പഠിപ്പിച്ചത്? ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അവരും നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയായിരുന്നു. രോഗികൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ ഈ യൂണിഫോം അഴിച്ചു മാറ്റി വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ നിങ്ങൾക്ക്? അറ്റൻഡർ, സർ. ആ ഹെഡ് നേഴ്സിനോടൊന്ന് വരാൻ പറയും. ശരി സാർ.